ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കണ്ണന് കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടിയിട്ട് പൂർണ്ണമായിട്ട് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ചികിത്സകളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടി വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ തോമസ് വേദം കൊടുക്കുന്നുണ്ട്. കണ്ണനെ കാണാനായിട്ട് അനന്ത് വന്ന സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും മാറ്റം ഉണ്ടായോ, ചികിത്സയിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണൻ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അനന്തൂരാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നത്. ആ ഒരു കണ്ണീരും ആ ഒരു സന്തോഷമൊക്കെ കൊണ്ട് രണ്ടാളും കൂടി ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ണൻ്റെ ഏറ്റവും അടുത്തിട്ടുള്ള ഒരു സുഹൃത്താണല്ലോ അനന്തു. അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ ഏറ്റവും സന്തോഷങ്ങളിലും എല്ലാ കാര്യങ്ങളും അനന്തു കണ്ണൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ തോമസ് വേദം പറയുന്നുണ്ട്, തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം, ഒരിക്കലും എന്ത് ചെയ്യരുത്, കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന കാര്യം ആരും അറിയാൻ പാടില്ല. അതുപോലെ തന്നെ വീൽ ചെയറിലല്ലാതെ സ്വയം കാലുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാനും പാടില്ല. എന്തായാലും എല്ലാം പഴയ പോലെ ആയിട്ട് നല്ല രീതിയിലായതിനു ശേഷം മാത്രമേ എല്ലാവരും അറിയാൻ പാടുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രതാപനോ മുത്തശ്ശിയോ മേഘാന്തനോ അങ്ങനെ ആരെങ്കിലും, കരുണയോ ഉണ്ണിയോ ദുർഗ ആരുമായിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിൻ്റെ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും മാറി നീ പിന്നെ എന്ത് ചെയ്യും, പഴയ സ്ഥിതിയിലേക്ക് ആക്കും. അവർ ഒന്നും ചെയ്യാൻ മടിക്കാത്തവരാണ്. അവരെന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കണം. എല്ലാം പഴുതുപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരോട് കാര്യങ്ങൾ പറയാവൂ എന്നതിന് പ്രത്യേകം എടുത്ത് തോമസ് വേദം പറയുന്നുണ്ട്. അപ്പം മഹി പറയുന്നുണ്ട്, അത് ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം. അവർക്ക് ചില സംശയങ്ങൾ എന്തായാലും ഉണ്ട്. അന്ന് അയ്യപ്പന്മാരൊക്കെ വീട്ടിൽ വന്ന സമയത്ത് മാലയിടുന്ന സമയത്ത് കണ്ണേട്ടനോട് അറിയാണ്ട് കാലിൽ നിന്ന് ചലിപ്പിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു സംശയം കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മേഘാതൻ്റെ സംശയമുണ്ട്. മേഘാതൻ അന്ന് വാതിൽപ്പഴുതിലൂടെ നോക്കിയ സമയത്തും കണ്ണേട്ടൻ കാലുകൾ ചലിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവനൊരു സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. ആശ്രമത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവരെല്ലാം സാഗറിനെ കാണുന്നുണ്ട്. അപ്പോൾ സാഗറിനോട് അനന്ത് പറയുന്നത്, നീ കാരണം ഇതെന്ത് ചെയ്യരുത്, മറ്റാരും അറിയാൻ പാടില്ല, നീ എന്ത് ചെയ്യരുത്, ആരോടും ഈ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, കണ്ണൻ സാർ ഇന്നിട്ട് നടക്കുന്നതിൽ എനിക്കും സന്തോഷമുള്ളൂ. ഞാനൊരിക്കലും കണ്ണൻ സാറിനെ മഹാലക്ഷ്മി അടുത്തേക്ക് എന്തെങ്കിലും ആപത്ത് വരുത്തണം, അവരെന്തെങ്കിലും ഇല്ലാതായി തീരണം ഞാൻ ആഗ്രഹിച്ച കൂട്ടത്തിലല്ല ഞാനുള്ളത്. ഞാൻ എന്തായാലും അവർ നല്ല രീതിയിൽ വരണം എന്നുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണുള്ളതെന്നൊക്കെ ഇങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തോമസ് വൈദ്യൻ എന്തുണ്ട്, അവനോട് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ണൻ്റെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ വരും എപ്പിസോഡുകൾ കണ്ടറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.